ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് പൈൽ സെലക്ഷൻ നടത്താം. നിങ്ങളുടെ സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ടാകും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം മൈൻഡിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 1. താങ്ക് യു. ടു ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ മേക്കിംഗ് എനർജിയിലിരിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സെവൻ ഓഫ് സോഡ്സിൻ്റെ എനർജി, പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജി. 2 സോഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഇന്നത്തെ ദിവസം വന്നിട്ട് നിങ്ങളുടെ ലൈറ്റ് ഷൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു എനർജിയിൽ വന്നിട്ട് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. മൂൺ ലൈറ്റിൽ രാത്രിയിൽ ഹൈഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അതിന് പകരമായിട്ട് ഇവിടെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് ലേൺ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഫെയിലിയേഴ്സ് സംഭവിക്കുന്നുണ്ട്, തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഗ്രോ ചെയ്യുക, ലെസൺസ് ലേൺ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്. കുറച്ച് പേര് വന്നിട്ട് ഔട്ട്സൈഡ് വേൾഡായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ടാകാം. എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫർ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എനർജിയിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജി ആയിരിക്കാം, എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിരിക്കാം. ഏത് ഡിസിഷൻ എടുക്കണം, എസ് പറയണോ? അപ്പോൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനോടൊരു ഉത്തരം കൊടുക്കാനായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഹെൽത്തിന്, നിങ്ങളുടെ വെൽബീയിങ്ങിന് ഇന്നത്തെ ദിവസം പ്രയോറിറ്റി കൊടുക്കുക. ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഇന്നത്തെ ദിവസം കൊളാബറേഷൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി പേരായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു എനർജി എക്സ്ചേഞ്ച് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. അഗെയിൻ ഇമോഷണൽ എനർജിയാണ്. കുറച്ച് പേർക്ക് ഈ വ്യക്തികളുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ സോൾ ട്രൈബ് ആയിരിക്കാം, നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ സെയിം ഒരു സോൾ പർപ്പസ് ഉള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ ഒത്തിരി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഈ ഒരു ദിവസം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പേടിച്ച് മാറിയിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമയം കുറച്ചും കൂടെ എഫേർട്ട് എടുക്കുന്നതാണ് നിങ്ങളുടെ സൈഡിൽ നിന്നിട്ട്. അപ്പോൾ കുറച്ച് പേര് ഇന്നത്തെ ദിവസം വന്നിട്ട് ഹാർമണി, പീസ്, ആ ഒരു എനർജിയിലോട്ട് ഷിഫ്റ്റ് നടക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാസ്റ്റിലെ ആ ഒരു നിങ്ങളുടെ ഓൾഡ് വേർഷനിൽ നിന്നിട്ട് ഒരു ന്യൂ എനർജിയിലോട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം കടക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ അഫർമേഷൻസ് നോക്കാം. പൈൽ നമ്പർ 1ൻ്റെ അഫർമേഷൻസ് എന്താണ് ഈ ഒരു സമയത്ത്? താങ്ക് യു. 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഐ അഡാപ്റ്റ് ക്വിക്ക്ലി ടു ചേഞ്ച്. സാഹചര്യങ്ങളായിട്ട് കുറച്ചും കൂടെ പൊരുത്തപ്പെടാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ സമയം വന്നിട്ട്. ആ ഒരു ചേഞ്ച്, ഷിഫ്റ്റ് സംഭവിക്കുന്ന സമയത്ത് നിങ്ങളെയും കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഐ ആം ഫോക്കസിൻ്റെ ആവശ്യം വരുന്നുണ്ടാകാം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. വേറെ എന്ത് എനർജിയാണുള്ളത് പൈൽ നമ്പർ 1ന് ഇന്നത്തെ ദിവസം വന്നിട്ട്? ഡാർക്ക് മാൻ, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ വിത്ത് ഡാർക്ക് കോംപ്ലക്ഷൻ ഓർ ഹെയർ. ഇന്നത്തെ ദിവസം ഒരു ഡിവൈൻ മാസ്കുലിൻ എനർജി ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം.
കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതായിട്ട്, ബിസിനസ് പ്രപ്പോസൽസ് വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേറെ എന്ത് എനർജിയാണുള്ളത്? പേഴ്സ്. പേ അറ്റൻഷൻ ടു യുവർ ഫിനാൻസസ്. ഫിനാൻഷ്യൽ ഡീലിങ്സ് ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. കുറച്ച് പേര് ആ ഒരു ഫിനാൻഷ്യൽ ഡീലിങ്സിനെ കുറിച്ചിട്ടുള്ള ഡിസിഷനായിരിക്കാം ഇന്ന് എടുക്കുന്നുണ്ടാകുക. ഓക്കെ, കുറച്ച് പേർക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടാകാം. ഞാൻ ഈ ഒരു മണി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമോ, ലോസ് വരുമോ? ഓക്കെ, അപ്പോൾ ഇവിടെ അഗെയിൻ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഇൻ കേസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ വെരിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പേടിച്ച് മാറിയിരിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ. താങ്ക് യു. പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2. Six of Pentacles in the energy. 5 of Swords in the energy. 7 of Cups in the energy. ഇന്നത്തെ ദിവസം മണി ഫിനാൻസ് ഇവിടെ ഫോക്കസിൽ വരുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അബണ്ടൻസ് റിസീവ് ആകുന്നതായിരിക്കാം. പക്ഷെ മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മറ്റുള്ളവർക്ക് ഒരു സപ്പോർട്ടിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പേര് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് എഗെയിൻ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടാകാം. ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അലൈൻമെൻറ്റ് ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ടാകാം. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നത് ഈ ഒരു 5 ഓഫ് സോഡ്സിൻ്റെ എനർജി, അതായത് ഓവർ തിങ്കിങ് എനർജി, അല്ലെങ്കിൽ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു എനർജി. എന്ത് സംഭവിക്കും, എന്താണ് മുന്നോട്ട് നടക്കാൻ പോകുന്നത്, ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ല, അല്ലെങ്കിൽ ആ ഒരു പുതിയ എക്സ്പീരിയൻസിനോടുള്ള നിങ്ങളുടെ പേടിയായിരിക്കാം. അതൊന്ന് കുറച്ച് ബാലൻസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. അതിന് പകരമായിട്ട് ഇവിടെ നിങ്ങളുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ മുന്നിൽ വന്നേക്കുന്നത്, അത് കുറച്ചും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കിൽ വന്നിട്ട് ഹൈറഫൻറ്റിൻ്റെ എനർജിയാണ് നമ്പർ 5. ഒത്തിരി സ്പിരിച്വൽ എനർജി ഇന്നത്തെ ദിവസം അവൈലബിൾ ആണ്. അഗെയിൻ ഹയർ ലേണിങ്ങിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ്റെ എനർജി, ഒത്തിരി ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ 6 ഓഫ് സോഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ചാരിയറ്റ്, ട്രാവൽ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഫോർവേഡ് മൂവ്മെൻ്റ് ആണ്. പാസ്റ്റിലുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ് അത് റിമൂവ് ആയിട്ട് വന്നിട്ട് ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ നിങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ്, നിങ്ങളുടെ സ്പിരിച്വൽ ടീം നിങ്ങളെ ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷനിലോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് അത് സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ മൈൻഡിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ കുറച്ച് പേർക്ക് സോൾമേറ്റ് റിലേഷൻഷിപ്പിലായിരിക്കാം. ഒത്തിരി ഷിഫ്റ്റ്, ഒത്തിരി ചേഞ്ചസ് ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒത്തിരി പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നിങ്ങളുടെ എനർജീസ് എന്തൊക്കെയാണ്, വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സൈക്കിക് എബിലിറ്റി, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, കറക്റ്റായിട്ടുള്ള ചോയ്സസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, വേറെ എന്ത് എനർജിയാണുള്ളത്? താങ്ക് യു. ക്ലൈംബിങ് ടുവേർഡ്സ് സക്സസ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒത്തിരി പോസിറ്റീവ് എനർജി. കുറച്ച് പേര് ഓൾറെഡി ആ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം. ഒത്തിരി സക്സസ്, ഒത്തിരി ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെൻറ്റും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും അനൗൺസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എഗെയിൻ എന്തെങ്കിലുമൊക്കെ അഡ്വൈസിൻ്റെ രൂപത്തിൽ, എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിരിക്കാം. വേറെ എന്ത് എനർജിയാണുള്ളത് ഇന്നത്തെ ദിവസം വന്നിട്ട്? താങ്ക് യു.
താങ്ക് യു. സ്പിയർ, ഹേർട്ടേക്ക് ഓവർ വാട്ട് യു നോ ലോങ്ങർ ഹാവ്. ഈ ഒരു എനർജി കുറച്ചൊന്ന് കെയർഫുൾ ആകുക. അതായത് നിങ്ങൾക്കില്ലാത്തതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് വിത്തിൻ ഫ്യൂ മന്ത്സ് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവർ തിങ്കിങ് എനർജിയിലോട്ട് പോകാതിരിക്കുക. വേറെ എന്ത് എനർജിയാണുള്ളത്? ട്രയംഫ് ഓവർ ട്രബിൾസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ്. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ, ആൻസേഴ്സ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ സമാധാനമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അഫർമേഷൻ നോക്കാം. ഇന്നത്തെ അഫർമേഷൻ എന്താണ്? 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ദിസ് ടു ഷാൽ പാസ്, ഐ ക്യാൻ ബ്രീത്ത് ആൻഡ് ഐ ക്യാൻ റിലീസ്, ഐ ആം ഫ്രീ. ഓക്കെ, ഈ ഒരു എനർജി ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ കൂടെയാണോ കടന്നു പോകുന്നത് അത് കുറച്ചൊരു സമയം കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആകുന്നതാണ്. അപ്പോൾ കുറച്ചൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിലിരിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നത്, ഒത്തിരി എന്താ പറയുക ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയിലിരിക്കുന്നത്, അത് റിലീസ് ചെയ്തിട്ട് ആ ഒരു ഫ്രീഡം അനുഭവിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.